ഹായ്, എസ്എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, കുറേ ആളുകൾ പറയാറുണ്ട് മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ആ ഒരു സ്പാർക്ക് നഷ്ടമായി, അല്ലെങ്കിൽ ആ റൊമാൻസ് പോയി എന്നൊക്കെ പറയാറുണ്ട്. ഇതിപ്പോൾ ആഫ്റ്റർ മാരേജ് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ പ്രണയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അങ്ങനെ കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ അവരും അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, റൊമാൻസ് ഒന്നും വലിയ രീതിയിലില്ല. അതായത് മുമ്പുണ്ടായിരുന്ന ഒരു സ്പാർക്കും ആ ഒരു ഇഷ്ടമൊന്നും വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുക? കൂടുതലായിട്ട് മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തായാലും പോയിന്റ്സ് പറയാം, നിങ്ങളിത് മുഴുവനായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ റൊമാൻസ് നഷ്ടമായെങ്കിൽ അതൊന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഒരുമിച്ചാക്കുക എന്നുള്ളതാണ്. എങ്ങനെ നിങ്ങൾ ഫുഡ് കഴിക്കാറുള്ളത്? ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി പിടിക്കുക, അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുക. പറ്റുന്നുണ്ടെങ്കിൽ 3 നേരം അവരുടെ കൂടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്, ഫുഡ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്നുള്ള ആ ഒരാളുണ്ടല്ലോ, ആ ആളോട് ചെറുതായിട്ട് ഫുഡ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഒന്ന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വലിയ ടാസ്കുള്ള പരിപാടിയൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. എന്നിട്ട് ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് അന്ന് നടന്ന കാര്യങ്ങളും ഒക്കെ സംസാരിക്കാം. അതായത് നിങ്ങൾ ചിലപ്പോൾ ഫുള്ള് ബിസി ആയിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ വലിയ സമയമൊന്നും കിട്ടുന്നുണ്ടാവില്ല. ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അന്ന് നടന്ന കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് ശരിക്കും നല്ലൊരു ഫീൽ തന്നെയാണ് കേട്ടോ. അത് എത്ര പേർക്ക് അറിയാവുന്നത് എനിക്കറിയില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നവരുണ്ടാവും. അങ്ങനെയല്ല, ഒരുമിച്ച് നിങ്ങളിരുന്ന് കഴിച്ചു നോക്കുക, അത് അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ 3 നേരം പറ്റണം എന്നൊന്നുമില്ല. ചിലപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകളായതുകൊണ്ട് അങ്ങനെ പറ്റണം എന്നില്ല. പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അവരുണ്ടാക്കി തന്ന ഫുഡിന് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒരു 2 വാക്കിൽ പറയാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്നുള്ളതൊക്കെ പറ്റുന്ന പോലെ അവരോടൊന്ന് പറഞ്ഞ് അവരൊന്ന് സന്തോഷിപ്പിക്കാൻ നോക്കുക. അതേപോലെ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു കഴിഞ്ഞാലോ അതല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാലാണ് ശരിക്കും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രോങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതായത് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും കുറ്റപ്പെടുത്തലുകളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടല്ലേ ഇതുകൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താറുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ആ ഒരു എന്താണ് പ്രശ്നം അതിനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നേരിടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവും, രണ്ടുപേർക്കിടയിലുള്ള സ്നേഹം കൂടും. അവിടെ നമുക്ക് ഒരു സപ്പോർട്ടാണ് ശരിക്കും ആവശ്യം ഉണ്ടാവുക, നമ്മുടെ പാർട്ട്ണർക്ക് ആവശ്യം ഉണ്ടാവുക ഒരു സപ്പോർട്ടാണ്, അത് നമ്മൾ കൊടുക്കുക. അവിടെ വീണ്ടും സ്നേഹം കൂടുതലായിട്ട് വരിക ചെയ്യാം. നേരെ മറിച്ച് നമ്മൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവരൊന്നാമതേ ടെൻഷൻ അടിച്ച് ഭ്രാന്തായിട്ടിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വീണ്ടും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ടെൻഷൻ ആവുന്നല്ലാണ്ട് അപ്പോൾ വിചാരിക്കും, അയ്യോ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, നിർത്തിക്കൂടെ, എന്തിനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞിട്ട് നമ്മളോട് അവർക്ക് ദേഷ്യം തോന്നും. അപ്പോൾ അവിടെ സ്നേഹം ഒരിക്കലും ഉണ്ടാവില്ല, ഉള്ളത് കുറയുകയാണ് ചെയ്യുക. അത് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന സമയത്തായാലും, ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെ വരുന്ന സമയത്ത് കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് എപ്പോഴും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കേണ്ടി വരിക, അപ്പോൾ അവരുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെ വഴക്കൊന്നും ഇല്ലാണ്ട് രണ്ടുപേരും ഒരുമിച്ച് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവിടെ കുറച്ചുകൂടി നിങ്ങൾക്കിടയിലുള്ള സ്നേഹം കൂടുതലായിട്ട് വരും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡെയിലി ഒരേ കാര്യം തന്നെ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ ഡെയിലി ജോലിക്ക് പോകുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു. മറ്റാൾ വീട്ടിലിരിക്കുന്നു, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നു, അടുക്കളയിലെ കാര്യങ്ങൾ നോക്കുന്നു, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. ഇതന്നെയാണ് ഡെയിലി സംഭവിക്കുന്നത്. ജോലി വീട് ഈ സംഭവം തന്നെ ഉണ്ടാവുക. അപ്പോൾ ഈ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തുന്ന പറയുമ്പോൾ വലിയ രീതിയിലൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് ഔട്ടിങ്ങിന് പോവാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാം. അങ്ങനെ പുറത്ത് പോകാൻ ശ്രമിക്കുക. വീടിൻ്റെ അകത്ത് തന്നെയല്ല, പുറത്തേക്ക് ഒരുമിച്ച് പോവുക എന്നുള്ളതാണ്. അപ്പോൾ വീടിൻ്റെ അകത്ത് തന്നെയാണല്ലോ ഡെയിലി നിങ്ങൾ ഇരിക്കുന്നതും ഫുഡ് കഴിക്കുന്നതൊക്കെ. അപ്പോൾ അതൊന്ന് മാറ്റം വരുത്തുക. ഡെയിലി ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കും, നിങ്ങൾക്കും ബോറടിക്കും, അവർക്കും ബോറടിക്കും. അപ്പോൾ ചെയ്യാൻ പറ്റുക എന്താണ്, പുറത്ത് പോവുക. പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമല്ലോ, അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയൊരു ട്രിപ്പ്, ഒരു ഔട്ടിങ്, ഇങ്ങനെയൊക്കെ പോവാം. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും മൈൻഡൊക്കെ ഒന്ന് കൂളാവും. രണ്ടുപേരും കുറച്ചുകൂടി ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സംസാരിക്കും, സ്നേഹമൊക്കെ കൂടുതലായിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഒരേപോലെ ഇരിക്കരുത്, കുറച്ചൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മുന്നേ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് റിലീവ് ചെയ്യുക. വേറെ ഒന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ മുന്നേ പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ റീവിസിറ്റ് ചെയ്യുക.
ഒന്നുകൂടി പോയിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ മുന്നേ ഒരുമിച്ചിട്ട് എവിടേക്കെങ്കിലും ഒരു പാർക്കിലേക്ക് പോയിന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡോ കഴിക്കാനായിട്ടുള്ള പോയിട്ടുള്ള ഒരു ഹോട്ടലോ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അങ്ങോട്ട് പോവുക. അങ്ങനെ മുന്നേ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സ്ഥലങ്ങളിലേക്ക് തന്നെ പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ശരിക്കും വരും, അയ്യോ ഇത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വന്നിട്ടുള്ള സ്ഥലമല്ലേ, അപ്പോൾ എത്ര നാൾ കഴിഞ്ഞു, നമ്മളിപ്പോൾ അന്നത്തേതിൽ നിന്ന് ഇന്നത്തെ ഒരു അതായത് രണ്ടുപേർക്കിടയിലുള്ള സ്ട്രോങ് എത്രത്തോളം കൂടിയിട്ടുണ്ട്, നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ രണ്ടുപേരുടെയും പണ്ടത്തെ ഓർമ്മകളൊക്കെ കൊണ്ടുവരിക ചെയ്യുക. അതായത് മുന്നേ ആ സ്ഥലത്ത് പോയപ്പോഴുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അങ്ങനെ ഓർമ്മ വരുമ്പോൾ കുറച്ചുകൂടി അവിടെ ഇഷ്ടമൊക്കെ ഭയങ്കരമായിട്ട് കൂടുക ചെയ്യാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുകൊണ്ടൊക്കെ എങ്ങനെ ഇഷ്ടം കൂടുക, ഓർമ്മ വന്ന് എങ്ങനെ ഇഷ്ടം കൂടുക, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഇഷ്ടം കൂടുതലാകും. അത് നമുക്ക് ആ ഒരു അനുഭവത്തിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയില്ലേ. അതുകൊണ്ട് ആദ്യം നിങ്ങളത് അനുഭവിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പോകാൻ നോക്കുക, നിങ്ങളുടെ പാർട്ട്ണറും കൂടിയിട്ട് അങ്ങനെ പോവുക. പോയിട്ട് സ്ഥലമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക, ഒന്ന് കാണുക, ഒരുമിച്ചിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിടയിലുള്ള സ്നേഹം കുറച്ചുകൂടി കൂടുന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. അന്ന് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കും പരസ്പരം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ അവരോടുള്ള ഇഷ്ടം ഒരു പടി കൂടുതലാവും. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല എന്തിനാ എനിക്ക് ഇന്ന് ഇത്രയും ഇഷ്ടം കൂടുന്നത് എന്താണെന്നുള്ളത്. അവർക്കും അന്നത്തെ ദിവസം നിങ്ങളോട് കുറച്ചുകൂടി ഇഷ്ടം കൂടുതലായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ മിസ്റ്റേക്കുകൾ നമ്മൾ തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പാർട്ട്ണറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാളെ അല്ലെങ്കിൽ വേറൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് അയ്യോ എനിക്കിത് നോക്കിയാക്കാൻ പറ്റില്ല, അവർ വന്ന് നോക്കിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് സംഭവിച്ച തെറ്റാണെങ്കിൽ നിങ്ങൾ തന്നെ അത് ക്ലിയർ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കരുത്. പകരം അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് അത് ഓക്കെ ആക്കാൻ നോക്കുക എന്നുള്ളതാണ്. എപ്പോഴും അവരെ കുറിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടത് ഇങ്ങനെയായത്, നീ അതങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് ഇപ്പം ഇത്രയും പ്രശ്നം വന്നില്ലേ എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ബന്ധത്തിൽ ഇപ്പം നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലൊരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ അതിൽ ആര് വിജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല. അതിൽ ഒരാൾ തോറ്റു കഴിഞ്ഞാൽ രണ്ടുപേരും തോറ്റ പോലെയാണ്. ഒരാൾ ജയിച്ചാൽ രണ്ടുപേരുടെയും വിജയമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ കൂടുതൽ അവരെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ മിസ്റ്റേക്കിന് പോലും നമ്മൾ അവരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ സ്നേഹിക്കാനേ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് ശരിക്കും എല്ലാ മനുഷ്യനും ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള കാര്യങ്ങളൊന്ന് അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നെന്ന് പറയുന്നത് അനാവശ്യമായ കാര്യങ്ങൾ നമ്മളെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നതാണ്. അപ്പൊ അത് നമ്മുടെ പാർട്ട്ണർ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാവുമോ? ഇല്ല, ഒരിക്കലും അല്ല. അപ്പൊ നിങ്ങൾ തിരിച്ചും അങ്ങനെ ചിന്തിക്കുക, നമ്മുടെ പാർട്ട്ണറെ നമ്മൾ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തരുത്. നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ നമ്മൾ തന്നെ ഓക്കെ ആക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു റൊമാൻസ് ഒക്കെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ, സ്പാർക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടക്കുറവൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും. 100% ഉറപ്പാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആവും എന്നുള്ളത്. അതിന് ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം. അതല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഇതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. വർക്കാവും, പക്ഷെ അതിന് നിങ്ങൾ മനസ്സ് വെക്കണമെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇപ്പോൾ റൊമാൻസ് ഒക്കെ കുറച്ച് കൂട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്തിട്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റിസൾട്ടൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്